ഒരുപാട് പ്രതിസന്ധികളുണ്ട് എങ്കിലും ആരെങ്കിലുമൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടെ ഇങ്ങനെ സത്യം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കും. ഇതാ കേന്ദ്രമന്ത്രി കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. കത്തോലിക്കർ മതപരിവർത്തനം നടത്താറില്ല, അറിവാണ് പ്രചരിപ്പിക്കുന്നത് എന്ന്. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയിരിക്കുന്നു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജു. ജനങ്ങൾ അവർ പ്രചരിപ്പിക്കുന്ന അറിവ് സ്വീകരിക്കുന്നു എന്നാണ് ഫരീദാബാദ് രൂപതയെ അതിരൂപതയായി ഉയർത്തിയ ചടങ്ങിൽ മന്ത്രി പറയുന്നത്. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ AD 52 ഇന്ത്യയിൽ ക്രൈസ്തവ മതം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തിന്റെ വിവിധ തലത്തിൽ അവർ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രത്യേകിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ക്രൈസ്തവരുടെ സംഭാവന രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. കത്തോലിക്ക സഭയുടെ അച്ചടക്കവും കേന്ദ്രീകൃത സ്വഭാവവും തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഓരോ ചടങ്ങും വളരെ കൃത്യതയോടെയാണ് സംഘടിക്കപ്പെട്ടത്. മതചടങ്ങിനപ്പുറം സഭയുടെ പ്രവർത്തന രീതികളിൽ നിന്ന് വ്യക്തിപരമായി ധാരാളം പഠിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ തുടക്കം മുതൽ മതനിരപേക്ഷ രാജ്യമാണ്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന രാജ്യമാണിത്. സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം തള്ളിക്കളയണം. കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആപ്തവാക്യമാണ്. ഇന്ത്യയെ വികസിത ഭാരതമാക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏതൊരു ആവശ്യത്തിനും സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് റിജു പറയുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജുവിനെ കൂടാതെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും വത്തിക്കാന്റെ പ്രതിനിധിയും കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും ഈ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്തിരുന്നു.